ഓക്കെ. അപ്പം മാസ്റ്റർ ടോക്ക് 13 അല്ലെ, 13ാമത്തെ മാസ്റ്റർ ടോക്ക് ആണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ മാസ്റ്റർ ടോക്ക് 12 അതുപോലെ തന്നെ 11 ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു. ആദ്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആഹ് എന്താണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ്, അതായത് മാസ്റ്റർ ടോക്ക് 12 നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോസ് എന്താണ് ഓൾറെഡി നമ്മളെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ്, ഈ മാസ്റ്റർ ടോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് മൈൻഡ് റീപ്രോഗ്രാമിംഗ്, ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ മൈൻഡിനെ നമുക്ക് റീപ്രോഗ്രാമിംഗ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ. സോ എന്താണ് എന്തിനാണ് എന്നുള്ളതൊക്കെ നമ്മൾ വളരെ എന്താ പറയാ, ഒരുപാട് സമയം എടുത്തിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഇനി അറിയണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, അത് വിസിറ്റ് ചെയ്യാം. ഓക്കെ. സോ നമ്മളെ മനസ്സ് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നതിലൂടെ നമ്മളെ റിലേഷൻഷിപ്പിലാവട്ടെ, നമ്മളെ കയ്യിലുള്ള മണി ആവട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഹെൽത്ത് ആവട്ടെ, നമ്മളെ കോൺഫിഡൻസ് ആവട്ടെ, നമ്മളെ നമ്മളെ നെഗറ്റീവ് തോട്ട്സ് ആവട്ടെ, ഇങ്ങനെ തുടങ്ങി എന്ത് തന്നെ നമ്മളെ ലൈഫിലെ ഹാബിറ്റ്സ്, നമ്മളെ ക്യാരക്ടർ, ഇങ്ങനെ ഒരുപാട് ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴികളാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ഡിസ്കസ് ചെയ്യുക. ഞാൻ ഏകദേശം ഒരു 20 വഴികൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മാസ്റ്റർ ടോക്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം യൂട്യൂബിൽ ഇത് വരുന്ന സമയത്ത് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പെന്നും പേപ്പറും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ഇരിക്കുക. ആൻഡ് ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. എന്നിട്ട് ഒന്നും കൂടി ഈ വീഡിയോ കണ്ടിട്ട് അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളിത് യൂസ്ഫുൾ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ. സോ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എങ്ങനെ എങ്ങനെ നമുക്ക് നമ്മളെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്നുള്ള ഒരു വാക്കാണ് എനിക്ക് പറയാനുള്ളത്. മൈൻഡ് റീപ്രോഗ്രാമിംഗ്. ഓക്കെ. മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ. സോ ഒരു വൺ ഡേ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമ്മളെ മൈൻഡ് കംപ്ലീറ്റ്ലി മാറ്റി നമ്മൾ എന്തോ ഇപ്പൊ ഉള്ളതിൽ നിന്ന് ആകെ മാറി വേറൊരു രീതിയിലേക്ക് എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ. സോ അതിന് പകരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 90 ഡേയ്സ് എന്നാണ് പറയാറുള്ളത്. ഒരു 90 ദിവസത്തെ ഒക്കെ ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ കൂടെ ഉള്ള ഒരു 90 ഡേയ്സ് ട്രാവലിംഗ്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, കുറച്ചധികം ദിവസത്തിലേക്ക് എന്ത് ചെയ്യുക, അതിൽ പ്രാക്ടീസ് ചെയ്യുക. ആ സമയത്താണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ഒന്ന് മെഡിറ്റേഷൻ എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മളെല്ലാ മാസ്റ്റർ ടോക്കും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മെഡിറ്റേഷൻ കൊടുക്കാറുണ്ട്. ഓക്കെ. മെഡിറ്റേഷൻ എന്നുള്ളത് നമ്മളെ കൂടെ ഇരിക്കുന്ന ഒരല്പസമയം. ഓക്കെ. നമ്മൾ ഫ്രീ ആയിട്ട്, ഇപ്പൊ നമുക്കറിയാം നമ്മളെല്ലാ ഇന്ദ്രിയങ്ങളും എന്താണ്, പുറത്തോട്ടാണ് അല്ലെ. അപ്പൊ ഈ എല്ലാ ഇന്ദ്രിയങ്ങളും ജസ്റ്റ് ഒന്ന് നമ്മൾ സറൗണ്ട്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ്ലി നമ്മളെ ഉള്ളിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരല്പസമയം. ഈ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കുള്ളിൽ കയറിയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ്സിനൊക്കെ നമുക്ക് എടുത്തിട്ട് അതിന് പകരം പോസിറ്റീവ് ആയിട്ടുള്ള ബിലീഫ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിൽ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ മൈൻഡിന് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഒരുവിധം മെജോറിറ്റി ആളുകൾ പറയുന്ന ഒരു പ്രശ്നമാണ് പെട്ടെന്ന് ദേഷ്യം പിടിക്കുക എന്നുള്ളത് അല്ലെ. ഞാൻ അറിയാതെ ദേഷ്യം പിടിക്കും, പിന്നെ ഞാൻ തന്നെ അതിൽ റിഗ്രറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത്, മെഡിറ്റേഷൻ എന്നുള്ളത്. കാരണം ഈ ദേഷ്യം പിടിക്കുന്ന എന്നുള്ളതൊക്കെ മേ ബി ചെറുപ്പത്തിലൊക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് ബാഡ് ആയിട്ടുള്ള അനുഭവം വെച്ചിട്ടൊക്കെ ആളുള്ളിൽ എന്ത് ചെയ്തിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാവാം. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മെഡിറ്റേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്, നമ്മൾ ഒരുപാട് ആങ്ഷ്യസ് ആയിട്ട് ഇനി വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ കഴിഞ്ഞു പോയിട്ടുള്ള സംഗതിയിൽ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് മൈൻഡ്ഫുൾ ആവാൻ പറ്റും. ഓക്കെ. നമ്മൾ മൈൻഡ്ഫുൾ ആവുന്ന സമയത്ത് എന്താണ്, ഈ ആങ്ഷ്യസ് ആവാൻ, മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതും അതുപോലെ തന്നെ കഴിഞ്ഞു പോയ കാലങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതും ഒരുപാട് കുറയുന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് മൈൻഡ്ഫുൾ സെൽഫ് ടോക്ക് എന്നുള്ളത്. പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക്. നമ്മളോട് എനിക്ക് പറ്റും, അല്ലെ എന്നെ കൊണ്ട് കഴിയും, അതെനിക്ക് സാധിക്കുന്നതാണ്, ഞാൻ ചെയ്താൽ അത് ഓക്കെ ആവും, അല്ലെങ്കിൽ അതെന്റെ ഒരു എബിലിറ്റിയിൽ വരുന്ന സംഗതിയാന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടുള്ള സംസാരം മാത്രം, പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് നടത്തുക എന്നുള്ളത് ഇതിനുള്ള ഒരു മെത്തേഡാണ്.
അതുപോലെ തന്നെ ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മൾ നമ്മളിൽ വിശ്വസിക്കുക. ഓക്കെ, അത് എന്നെ കൊണ്ട് കഴിയുന്ന സംഗതിയാണ്, എന്റെ കഴിവുകൾ ഇത്രത്തോളമാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. അതുപോലെ തന്നെ സെലിബ്രേറ്റ് യുവർ സക്സസ്. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ സക്സസുകൾ എന്ത് ചെയ്യാം, സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് മേ ബി എനിത്തിങ്, നിങ്ങളെ ലൈഫിൽ ഹാപ്പിനെസ് ആയിട്ട് തോന്നുന്ന ചെറിയ സക്സസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വലിയ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, അത് സെലിബ്രേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നിങ്ങളെ എബിലിറ്റീസിനെ നിങ്ങൾ തിരിച്ചറിയുക. അക്നോളജ് യുവർ എബിലിറ്റീസ് എന്നുള്ളതാണ്. ഓക്കെ, എന്റെ കഴിവുകൾ ഇതെന്റെ കഴിവുകളിൽ ഉൾപ്പെടുന്ന സംഗതിയാണ്, അതിന് എനിക്ക് കഴിവുള്ളതാണെന്നുള്ള രീതിയിൽ നിങ്ങളെ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയുക. മേ ബി നിങ്ങൾക്ക് കഴിവുള്ള ഒരുപാട് സംഗതികളിൽ മുമ്പ് ഒരുപാട് ആളുകൾ അതിനെ നെഗറ്റീവ് ആയിട്ടുള്ള കമാൻഡ്സ് തന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും നിങ്ങൾക്ക് ആ സംഗതികൾ ചെയ്യാൻ പറ്റാത്ത പ്രയാസം ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കഴിവുകളെ നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ സംഗതികളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒന്ന്, നിങ്ങളെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ബിലീഫ്സ് ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നൈറ്റ്, പ്രേതം അല്ലെങ്കിൽ ഭൂതം, ഇങ്ങനത്തെ കൺസെപ്റ്റ്. ഒരു ഏരിയ നിങ്ങൾക്ക് നടന്നു പോകാൻ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു ഏരിയ നിങ്ങൾക്ക് നടന്ന് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഫിയർ അല്ലെങ്കിൽ ഒരു പേടി, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ചാലഞ്ച് ചെയ്യുക. യെസ്, ഞാനത് ചെയ്യും. ഇപ്പൊ ഈ ഒരു ഏരിയ വെച്ച് ആ ഒരു ഏരിയ വരെ ഞാൻ എന്ത് ചെയ്യും, നടക്കും. കാരണം എന്താ, അങ്ങനെ ഒരു ഭൂതം എന്നുള്ള കൺസെപ്റ്റ് ഇതുവരെ സയൻസ് എന്ത് ചെയ്തിട്ടില്ല, പ്രൂവ് ചെയ്തിട്ടില്ല. ആൻഡ് ഓൾസോ ഇത് എനിക്ക് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ അങ്ങനത്തെ ചെറിയ നിങ്ങളെ നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ്സ് ഉണ്ടാവും. നിങ്ങളെ വിശ്വാസങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചാലഞ്ച് ചെയ്യുക, അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഫിയർ ഫിയർ പിടിച്ച് നിൽക്കുന്ന സംഗതികളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന്. ആൻഡ് ഓൾസോ നിങ്ങളെ ഒരുപാട് വാല്യൂസ് ഉണ്ടാവും. നിങ്ങളെ നിങ്ങളാക്കുന്ന ഒരുപാട് വാല്യൂസ് ഉണ്ടാവും. ഈ വാല്യൂസ് എന്ത് ചെയ്യുക, മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഈ വാല്യൂസ് ഒരിക്കലും എന്ത് ചെയ്യരുത്, വിട്ടുകൊടുത്ത് പോകരുത് എന്നുള്ളതാണ്. ആൻഡ് മറ്റൊന്ന്, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾസ്. ഓക്കെ, നിങ്ങളെ സറൗണ്ടിൽ നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ മാത്രം എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളൊന്ന് തളർന്നിരിക്കുന്ന സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, ഏതൊക്കെ രീതിയിൽ നിങ്ങളെ എന്താ പറയാ, പോസിറ്റീവ്ലി നിങ്ങളെ സറൗണ്ട് ചെയ്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, 1 സെക്കൻഡ്. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ സറൗണ്ട് ചെയ്യുന്ന ആളുകൾ, അതായത് സോറി, പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ ചുറ്റുപാട് സറൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നിങ്ങൾ ഒരു അറ്റംപ്റ്റിന് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ സംഗതി ചെയ്യുകയാണെങ്കിൽ, ഈവൻ നിങ്ങളെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്ന സമയത്ത് പോലും നിങ്ങളെ ചുറ്റുപാട് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ വെച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ മുഴുവൻ നെഗറ്റീവ് ആയിട്ടുള്ള പീപ്പിൾസ് ആണ്, നിങ്ങൾ മാത്രം പോസിറ്റീവ്ലി തിങ്ക് ചെയ്യുന്ന ആളാണെങ്കിൽ മേ ബി അവിടെ പോസിബിലിറ്റി എന്താന്ന് വെച്ചാൽ നിങ്ങൾ പതിയെ പതിയെ ആ ഒരു നെഗറ്റീവ് തോട്ടിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പം അതിന് പകരം നിങ്ങളെ സറൗണ്ട്സിലുള്ള ആളുകൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ മാത്രം എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് മെജോറിറ്റി ആളുകൾക്ക് വരുന്ന ഒരു ഡൗട്ടാണ്, ഇപ്പം ഫാമിലി ഒക്കെ നെഗറ്റീവ്ലി ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ, ഓക്കെ, അപ്പൊ അവരെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അല്ലെ. ഇപ്പൊ നമ്മളെ ലൈഫിൽ നമ്മളെ ഫാമിലിയിലുള്ള ആളുകളിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം, അവരെ അവരായിട്ട് തന്നെ കണ്ടിട്ട് അവരായിട്ടുള്ള എന്താ പറയാ, ആ ഒരു കണക്ഷൻ എന്നുള്ളത് നമുക്ക് മെന്റലി ഡിസ്അസോസിയേഷൻ ചെയ്യാൻ പറ്റണം. ഇപ്പൊ നമ്മൾ പറയുന്ന നമ്മളെ പ്രോഗ്രാമാണ് ഡയമണ്ട് മൈൻഡ്. ഈ ഡയമണ്ട് മൈൻഡിൽ നമ്മളൊരു ടൂൾ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഡിസ്അസോസിയേഷൻ. എങ്ങനെ നമുക്ക് നമ്മളുമായിട്ട് നെഗറ്റിവിറ്റി വരുന്ന കമാൻഡ്സ് ആവട്ടെ, അല്ലെങ്കിൽ നെഗറ്റീവ്ലി നമ്മൾ ഫേസ് ചെയ്യുന്ന എന്ത് ചലഞ്ച് ആവട്ടെ, അതിന് നമുക്ക് ഡിസ്അസോസിയേഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സോ അവരെ നമ്മളെ മൈൻഡിലേക്ക് എടുക്കാതെ തന്നെ നമുക്ക് എങ്ങനെ ഡിസ്അസോസിയേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്ത് ചിന്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ വിഷൻ ബോർഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ലൈഫിൽ നെക്സ്റ്റ് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സംഗതികളുണ്ടാവും അല്ലെ. ഇപ്പം മേ ബി നിങ്ങളൊരു വീട്, അല്ലെങ്കിൽ നിങ്ങളെ കാറ്, ഒരു ബൈക്ക്, അതല്ല നിങ്ങളെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നിങ്ങൾ ഒരുപാട് സക്സസ് ആയിട്ട് ഒരുപാട് ക്യാഷ് അല്ലെങ്കിൽ മണിയൊക്കെ നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിങ്ങൾ, ഈ രീതിയിലൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് കാണുന്ന ഒരുപാട് സക്സസുകൾ, നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഗോൾസ് ഉണ്ടാവും. ഓക്കെ, ഈ ഗോൾസ് ഒക്കെ എന്ത് ചെയ്യുക, ഒരു പേപ്പറിലേക്ക് മാറ്റുക. ഓക്കെ, ഒരു ഇമേജ് ആയിട്ട് എന്ത് ചെയ്യുക, പേപ്പറിലേക്ക് മാറ്റുക. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ലൈഫിൽ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒരു രീതി ഇമേജ് ആണ്.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇമേജ് രൂപത്തിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, അതിനെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണോ സ്ഥിരമായിട്ട് കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് അത് റിപ്പീറ്റഡ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാം. അതുപോലെ തന്നെ അത് കാണുന്ന സമയത്ത് ഓൾറെഡി അത് നിങ്ങൾ അച്ചീവ് ചെയ്ത ഒരു ഫീൽ ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് പറയാനുള്ളത് സെറ്റ് എ ഗോൾ എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു വിഷൻ ബോർഡിലേക്കൊക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഗോൾസ് ആണ്. ഓക്കെ. എന്താണ് നെക്സ്റ്റ് ഒരു ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? ഓക്കെ. അല്ലെങ്കിൽ എന്റെ ലൈഫിന്റെ ഒരു ഗോൾ എന്താണ്, ഒരു പേർപ്പസ് എന്താണ്? നമ്മളെപ്പോഴും പറയാവുന്ന പോലെ പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. ഞാൻ ഈ അടുത്തൊരു സെഷന് പോയ സമയത്ത് സ്റ്റുഡൻസിന്റെ അടുത്ത് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. ആലിയാക്ക അരീക്കോട് പോവാന്ന് പറഞ്ഞു, ഞങ്ങളവിടെ പറയുന്ന ഒരു സ്റ്റോറി ആട്ടോ. അതായത് ആലി എന്നുള്ള ആളെന്താണ്, മുതലാളിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ആ, ആ, ജോലി എടുക്കുന്ന ഒരു തൊഴിലാളിയാണ്. അങ്ങനെ ഈ മുതലാളി ഒരു ദിവസം വന്നിട്ട് ആലിയോട് പറയാണ്, ആലി എന്ത് ചെയ്യണം, നമുക്ക് നാളെ ഒന്ന് അരീക്കോട് വരെ പോകണം. ഓക്കേ. അരീക്കോട് എന്നുള്ളത് ഒരു പ്ലേസ് ആണ്, മലപ്പുറം ജില്ലയിലെ ഒരു പ്ലേസ് ആണ്. നമുക്കൊന്ന് അവിടെ അരീക്കോട് വരെ പോകണം എന്നുള്ളത് പറയാണ്. അങ്ങനെ ആലി എന്താണ് ഒക്കെ കേട്ട്, ഓ യെസ് മുതലാളി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്ന് അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഏർലി മോർണിംഗിൽ ആലി എന്ത് ചെയ്യാണ്, ആ, 1 സെക്കൻഡ്. ഓക്കെ. സോറി. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആലിയാക്ക അരീക്കോട് പോയ സ്റ്റോറി ആയിരുന്നില്ലേ. അപ്പൊ അങ്ങനെ ആലിനോട് എന്ത് ചെയ്യാണ്, നമ്മളെ മുതലാളി വന്നിട്ട് പറയാണ്, ആലി ഇങ്ങനെ രാവിലെ എന്ത് ചെയ്യണം, നമുക്ക് അരീക്കോട് വരെ പോകണം എന്ന് പറയാണ്. ആലി രാവിലെ എണീറ്റു. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് ആലി എന്ത് ചെയ്യാണ്, നേരെ അരീക്കോട് പോവാ. ഓക്കെ. നേരെ അരീക്കോട് പോയി തിരിച്ചു വന്നു. തിരിച്ച് നേരെ അരീക്കോട് പോയി അവിടെ എത്തി. അവിടെ നിന്ന് തിരിച്ച് മുതലാളിന്റെ അടുത്ത് തന്നെ വന്നു. അങ്ങനെ മുതലാളി ഇങ്ങനെ എണീറ്റ് വരുന്നതും കാണുന്നത് അരീക്കോട് പോയി വരുന്ന ആലിനെയാണ്. അപ്പൊ ആലിനോട് ചോദിക്കാണ്, ആലി ചേട്ടാ പോയിന്? അപ്പൊ ആലി വരിക, ഞാനിങ്ങനെ അരീക്കോട് പോയി വരികയാണ്. ഇപ്പൊ എന്തിനാ പോയെ? അതെനിക്കറിയില്ല, ഇത് നിങ്ങൾ പറഞ്ഞതല്ലേ. ഓക്കെ. മുതലാളി പറഞ്ഞതല്ല, അതുകൊണ്ട് ഞാൻ പോയി എന്ന് പറയാറുണ്ട്. ഓക്കെ. അപ്പൊ അത് ഞങ്ങളവിടെ യൂസ് ചെയ്യുന്ന ഒരു ഭാഷയായിട്ട് തന്നെ യൂസ് ചെയ്യാറുണ്ട്. ആലിയാക്ക് അരീക്കോട് പോയ പോലെ എന്ന് പറയാറുണ്ട്. നമ്മളെ ലൈഫിൽ നമുക്ക് ഒരു ഗോൾ ഇല്ല, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള എക്സാക്ട് ആയിട്ടുള്ള ഒരു ഒരു ഫ്രെയിം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ആയിരിക്കും. നമ്മളിവിടെ വന്ന് അങ്ങോട്ട് പോലെ ആയിരിക്കും. ഓക്കെ. എന്താണ് നമ്മൾ വന്നതിന്റെ പർപ്പസ് എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആലിയാക്ക് അരീക്കോട് പോയ പോലെ ആവും. ഓക്കെ. സോ സെറ്റ് എ ഗോൾ. നിങ്ങൾ എന്താണ്, നിങ്ങളെ പർപ്പസ് എന്താണ്, നിങ്ങളെ ലൈഫിൽ നിങ്ങളിവിടെ ചെയ്ത് തീർക്കേണ്ട ആ ഒരു എക്സാക്ട് ആയിട്ടുള്ള കോർ ആയിട്ടുള്ള സംഗതി എന്ത് ചെയ്യുക, കണ്ടെത്തി അതിനെന്ത് ചെയ്യുക, നിങ്ങളെ ലൈഫിൽ പിന്നീടുള്ള മൊമെന്റ്സ്, പിന്നീടുള്ള സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് ക്രിയേറ്റ് എ പോസിറ്റീവ് ഹാബിറ്റ്സ്. ഓക്കെ. നിങ്ങൾ ഇപ്പം ഉള്ള നിങ്ങളെ ഹാബിറ്റ്സിൽ നിങ്ങൾ അനലൈസ് ചെയ്യുക, ഏതൊക്കെയാണ് നിങ്ങൾക്ക് നെഗറ്റീവ്ലി നിങ്ങളെ എഫക്ട് ചെയ്യുന്ന സംഗതികളൊക്കെ നോട്ട് ചെയ്യുക. ആൻഡ് പോസിറ്റീവ്ലി നിങ്ങളെ എഫക്ട് ചെയ്യുന്ന സംഗതികൾ നോട്ട് ചെയ്യുക. ആൻഡ് ഈ നെഗറ്റീവിൽ ഉള്ളത് എങ്ങനെ പോസിറ്റീവിലേക്ക് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യും, ചിന്തിക്കുക. ആൻഡ് ഓൾസോ അതിൽ വർക്ക് ചെയ്യുക. നമ്മളെ ഹാബിറ്റ്സിനെ പറ്റിയിട്ട് നമ്മളൊരു മാസ്റ്റർ ടോക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്.
അതിൽ നമ്മൾ കംപ്ലീറ്റ്ലി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഹാബിറ്റ് ഫോം ചെയ്ത് വരുന്നത്. നമ്മൾ തോട്ടിൽ നിന്ന് എങ്ങനെയാണ് ഹാബിറ്റിൽ ഫോം ചെയ്യുന്നത്, ആ ഹാബിറ്റ് പിന്നെ നമ്മുടെ ലൈഫിന്റെ ഡെസ്റ്റിനി ആയിട്ട് എങ്ങനെയാണ് മാറുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മളൊരു മാസ്റ്റർ ടോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് എന്തുണ്ടാവും നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. ആൻഡ് നെക്സ്റ്റ്, രണ്ട് ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റ് ഉണ്ട് എന്ന് പറയാറുണ്ട്. ഒന്ന് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇതില് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ളതൊക്കെ ആയിട്ട് ഞാനിങ്ങനെ എന്താ പറയാ അടങ്ങി ഒതുങ്ങി ഓക്കെ ഫീൽഡിൽ ഇങ്ങനെ പോയിക്കോളാം എന്നുള്ളതും, അതല്ല ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം, ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് എന്നിലൂടെ ഒരുപാട് ആളുകളിലേക്ക് സഹായം എത്തിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ ഉയർന്നിട്ട് എന്റെ താഴെ നിൽക്കുന്ന ആളുകളെ കൈ പിടിച്ച് ഉയർത്തണം എന്നുള്ള രീതിയിൽ, നെക്സ്റ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ എവ്രി ടൈം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഒരു മൊമെന്റിൽ നമ്മളെ തോട്ട് പോകുന്ന രീതിയിൽ എല്ലാ സംഗതിയിലും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നിങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. ഓക്കെ. ഈ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിലുള്ള ആളുകൾ എപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും, എപ്പോഴും കംപ്ലൈന്റ് ആയിരിക്കും. അതിങ്ങനെ നടന്നു, ഇതിങ്ങനെ നടന്നു, അവിടെ ഇങ്ങനെ നടന്നു, സംതിങ് എന്റെ ലൈഫിൽ ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് അങ്ങനെയാണ്, ഞാൻ എത്ര ചെയ്തിട്ടും ശരിയാവുന്നില്ല, ഇങ്ങനെ ഒരുപാട് രീതിയിൽ കംപ്ലൈന്റിങ് മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാൻ മേ ബി അത് ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റിന്റെ ഒരു ഇതാണ്. ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളത് അവർക്ക് വരുന്ന ചാലഞ്ചസ്, അവർക്ക് ലൈഫിൽ വരുന്ന പ്രോബ്ലംസ്, അവർ ചലഞ്ചസ് എന്നുള്ളത് എങ്ങനെ അതിനെ മറികടക്കാൻ പറ്റും എന്നുള്ള രീതിയിലായിരിക്കും അവരെ തോട്ട് പോവുക. ആൻഡ് ഓൾവേസ് ദം എ പോസിറ്റീവ്, അവർക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടായിരിക്കും ഓൾവേസ് അവരുണ്ടാവുക, അവരെ മൈൻഡിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ക്രിയേറ്റീവ് എ പോസിറ്റീവ് റിലേഷൻ, മറ്റുള്ള ആളുകളായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യാന്ന്. ഈ പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ ബിൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്താന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ബിഹേവ് ചെയ്ത് അതിന് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ എന്ത് ചെയ്യും അവിടെ ബിൽഡ് ചെയ്ത് വരും എന്നുള്ളതാണ്. സോ നമ്മൾ മുന്നിൽ നിൽക്കുന്നത് ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ആ ചെറിയ കുട്ടിയുടെ രീതിയിലേക്ക്, ഞാനിപ്പം ഈ അടുത്ത് പോയിട്ട് സെഷൻ എടുത്ത സമയത്ത് പാരന്റ്സിന് വേണ്ടി എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെച്യൂരിറ്റിയെ പറ്റിയിട്ട്. ഓക്കെ. മെച്യൂരിറ്റിയെ പറ്റിയിട്ട് നമ്മൾ പാരന്റ്സ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്താണ്, ആ ചെറിയ കുട്ടിയെ വലിച്ചെടുത്തിട്ട് നീ എന്റെ മെച്യൂരിറ്റിയിലേക്ക് ഇങ്ങോട്ട് ഉയർന്നു വാ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ആ നമ്മൾ കുട്ടിയുടെ മനസ്സിൽ എന്താണോ എന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ എന്താണ്, അതാണ് എക്സാക്ട്ലി മെച്യൂരിറ്റി അല്ലെ. മെച്യൂരിറ്റി എന്ന് പറഞ്ഞാല് നമ്മളെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് പെരുമാറുന്നതിനെയാണ് എന്ത് മെച്യൂരിറ്റി എന്ന് പറയുന്നത് അല്ലെ. മെച്യൂരിറ്റിക്ക് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ടാവും. ബട്ട് ഈ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ നമ്മളെ മുന്നിൽ നിൽക്കുന്ന ആളെ എന്താണ്, ആളെ സിറ്റുവേഷൻ എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നതിനാണ് മെച്യൂരിറ്റി എന്ന് പറയാം. അപ്പൊ നമ്മളെ മുന്നിൽ ഒരു കുട്ടിയാണുള്ളതെന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ആ കുട്ടിയുടെ രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നതാണ് നമ്മളെ മെച്യൂരിറ്റി. ഇത് നമ്മളെ മുന്നിൽ നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഹസ്ബൻഡ് അങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും വൈഫ് അങ്ങനെ, എന്തുകൊണ്ടായിരിക്കും മക്കൾ അങ്ങനെ, എന്തുകൊണ്ടായിരിക്കും ബോസ് അങ്ങനെ, എന്തുകൊണ്ടായിരിക്കും നമ്മളെ സ്റ്റാഫ് ഇങ്ങനെ, ഈ രീതിയിൽ എല്ലാ രീതിയിലേക്കും നമുക്ക് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. സോ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല എന്ത് ചെയ്യാൻ പറ്റും, റിലേഷൻഷിപ്പ് കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആൻഡ് ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. നമ്മളെ ലൈഫിൽ അല്ലെങ്കിൽ ചുറ്റുപാട് കാണുന്ന ആളുകൾ, ചില ആളുകൾ ഉണ്ടാവും അവർക്ക് ചേഞ്ച് എന്ന് പറയുന്നത് പറ്റുന്നു. ഓക്കെ. അവർക്ക് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് തന്നെ അങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ടാവും കേട്ടോ. നമ്മളെ റൂം, നമ്മളെ ബെഡ്, ഇതൊക്കെ നമുക്കൊരു കംഫർട്ട് സോൺ ആണ്. ഇത് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട്, ഇതുപോലെ നമ്മുടെ ലൈഫിൽ ചില ഭാഗങ്ങൾ, ചില ക്യാരക്ടർ, ചില സ്വഭാവങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നം. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യുക, ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. എനിക്കത് ചേഞ്ച് ചെയ്യണം, ഈ ഒരു ചേഞ്ച് ഞാൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ കണക്ട് ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട്, നിങ്ങളൊന്ന് ഇവരെ കണക്ട് ചെയ്തിട്ടൊന്ന് ഇവരോടൊന്ന് സംസാരിക്കോ, അല്ലെങ്കിൽ ഇവരൊന്ന് കണക്ട് ചെയ്ത് ഇവരോടൊന്ന് സംസാരിക്കോ. ഞാൻ അവരോടൊക്കെ പറയാറുള്ളത്, ഞാൻ അവരെ കണക്ട് ചെയ്ത് സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ നല്ലത് അവർക്ക് ചേഞ്ച് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് അവരെന്നെ കണക്ട് ചെയ്യട്ടെ. ഓക്കെ. എന്നാൽ മാത്രമേ എനിക്ക് അതിനുള്ള സൊല്യൂഷൻ കൊടുത്താൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവർ തിരിച്ചെന്ത് ചെയ്യും, എന്റെ അടുത്തേക്ക് വരും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എന്റെ അടുത്ത് ഒരു നല്ല വിശന്ന് നിൽക്കുന്ന ഒരാളടുത്ത് ഞാൻ ആളടുത്ത് ഒരു ആപ്പിൾ ഉണ്ട്, ആപ്പിൾ കട്ട് ചെയ്യേണ്ട രീതി ആൾക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ പറയാണ് ഈ ടൂൾ ഉപയോഗിച്ചോളൂ, ഈ കത്തി ഉപയോഗിച്ചോളൂ, എന്നിട്ട് എന്ത് ചെയ്യാം, ആപ്പിൾ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് കഴിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഈ ആപ്പിൾ കൊടുക്കുകയാണ്, സോറി കത്തി കൊടുക്കുകയാണ്. ആള് ആപ്പിൾ കട്ട് ചെയ്ത് കഴിച്ചു, ഹാപ്പിയാണ്. വേറൊരാൾ വെറുതെ നിൽക്കുന്നുണ്ട്, ഞാൻ കത്തി കൊണ്ടുപോയി കൊടുക്കുകയാണ്, കത്തി യൂസ് ചെയ്തോ പറഞ്ഞാൽ ആളെന്ത് ചെയ്യും, മേ ബി മുന്നിൽ കാണുന്ന ഒരാളെ കുത്തിയിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറയും, ഇത് നിങ്ങൾ തന്ന ടൂളല്ലേ, ഓക്കെ നിങ്ങൾ തന്ന ടൂളല്ലേ എന്ന് ചോദിക്കും. അപ്പം ഞാൻ കൊടുത്ത കത്തി ഒരാൾ ആപ്പിൾ കട്ട് ചെയ്ത് അത് ഫുഡ് കഴിച്ചിട്ടുണ്ട്, മറ്റൊരാൾ കുത്തിയിട്ടുണ്ട്. അപ്പൊ സിറ്റുവേഷൻ എന്താണ്, രണ്ടും രണ്ടാണ് എന്നുള്ളതാണ്.
സോ നമ്മളെടുത്ത് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ഒരു അക്സെപ്റ്റ് ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ ടൂൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതുള്ളൂ. ഇപ്പൊ എന്റെ ലൈഫിൽ തന്നെ ഒരുപാട് അനുഭവം ഉണ്ട്. മേ ബി ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ടൂൾസ് അവരെ ലൈഫിൽ അവർ വേറെ രീതിയിൽ ഉപയോഗിക്കും. അവരേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറയും, ഇത് നിങ്ങൾ പറഞ്ഞതല്ലേ, ഇത് നിങ്ങൾ പറഞ്ഞതല്ലേ. സോ നമ്മൾ ആദ്യം ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന് വരുന്നത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, എന്താ പറയാ, നമ്മളെ മൈൻഡ് ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ മൈൻഡിനെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൂൾസ് ആണ്. ഒന്നെന്നുള്ളത് ഫോർഗീവ്നെസ് ആണ്. എസ്പെഷ്യലി ഫോർഗീവ്നെസ് ആണ്. നമ്മളെ ലൈഫിൽ നമുക്ക് വന്നു പോയിട്ടുള്ള, നമ്മളോട് തെറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും മാപ്പ് കൊടുക്കുക. ഒരാൾ പോലും എല്ലാവർക്കും മാപ്പ് കൊടുക്കുക. ആൻഡ് നമുക്ക് മാപ്പ് കൊടുക്കുക. നമ്മളെ ലൈഫിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ നമ്മളോട് ചെയ്തിട്ടുണ്ടാവും, അതിന് മാപ്പ് കൊടുക്കുക. ആൻഡ് നമ്മളെ ഡിവൈൻ ആയിട്ടുള്ള കണക്ഷനിൽ നമ്മൾ മാപ്പ് ചോദിക്കുക. ആൻഡ് നമ്മളോട് തെറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും പരിപൂർണമായിട്ട് മാപ്പ് കൊടുക്കാതെ നമ്മളെ ലൈഫിൽ ഒരു സന്തോഷം ഹാപ്പിനെസ്സും നമുക്ക് എന്ത് ചെയ്യില്ല, എത്തിപ്പെടില്ല. പ്രശ്നങ്ങൾ പിന്നെയും 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 വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ലൈഫിൽ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യും. നിങ്ങളെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നം നടക്കുന്നുണ്ടോ അതിന് പിന്നിൽ ഒരു ഫോർഗീവ് ചെയ്യാത്തൊരു വിഷയം എവിടെയെങ്കിലും ഒന്നും ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ മെന്റർ എന്നോട് ഒരു തവണ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വന്ന് വരുന്നത് ഫോർഗീവ്നെസ് ആണ്. ഓക്കെ, സോറി, ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമ്മളെ ലൈഫിലുള്ള ചെറിയ സംഗതി മുതൽ വലിയ സംഗതികൾക്ക് വരെ നന്ദി പറയുക എന്നുള്ളതാണ്, നന്ദി ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് അൺകണ്ടീഷണൽ ലവ്. ഓക്കെ, ഒരു കണ്ടീഷനും ഇല്ലാത്ത രീതിയിൽ മറ്റുള്ള ആളുകളെ എന്ത് ചെയ്യുക, സ്നേഹിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്, അൺകണ്ടീഷണൽ ലവ്. ആൻഡ് അപ്രിസിയേഷൻസ്. നിങ്ങളെ ലൈഫിൽ ഓക്കെ, നിങ്ങളെ ലൈഫിൽ ആരെങ്കിലും ഒക്കെ എന്താ പറയാ നല്ലത് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരോട് അപ്രിസിയേഷൻസ് കൊടുക്കുക, പറയുക എന്നുള്ളതാണ്. യെസ്, നിങ്ങൾ അത് ചെയ്തത് ബെസ്റ്റ് ആണ്, നല്ലതാണ്, അല്ലെങ്കിൽ ഈ സംഗതി ചെയ്തത് അടിപൊളിയായിട്ടുള്ള രീതിയിൽ അപ്രിസിയേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള വിഷ്വലൈസേഷൻ, ഇത് ലാസ്റ്റ് വൺ ആണ് വരുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് വെരി പവർഫുൾ. ഓക്കെ, നിങ്ങളെ ലൈഫിൽ ഇനി വരുന്ന സംഗതികളെ നിങ്ങൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, അത് കാണുക. ഓൾറെഡി അത് കഴിഞ്ഞ രീതിയിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റണം. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു കാർ നിങ്ങളെ ലൈഫിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ആ കാർ കിട്ടി, ആ കാറിൽ ഡ്രൈവ് ചെയ്യുന്ന ഫീല് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇവിടെ ഇരുന്നുകൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾ ആ കാറിൽ കയറുന്നതും നിങ്ങളെ ഫാമിലി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഫേവറേറ്റ് സോങ് ഒക്കെ ഇട്ടിട്ട് എന്താ പറയാ മസനഗുഡി വഴി ഊട്ടിയിലേക്കോ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് അവിടേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. സോ നമ്മൾ ഇതിൽ കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-20ഓളം പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ഇപ്പൊ ഇത് മൊത്തം പോയിന്റ്സ് ചെയ്തെടുക്കാൻ പറ്റാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് ഇത് അവിടെ ചെന്നിട്ട് ഓരോ പോയിന്റ്സ് നോട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രത്തോളാണ് നമ്മളെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിനെ കുറിച്ചിട്ട്, എങ്ങനെ നമ്മളെ മനസ്സിനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് കുറച്ച് പോയിന്റ്സ്, ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. പിന്നെയും പറയാണ്, നമുക്ക് ഒരുപാട് രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. അതിനുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ എൻ്റെ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻഡ് മറ്റൊന്ന് പറയാനുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇതിന്റെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഉള്ളത്. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യേണ്ട സംഗതി ഒരു 90 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 100 ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ എല്ലാം ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള 10 ടൂൾസ്. ഓക്കെ, ഈ വരുന്ന ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, അൺകണ്ടീഷണൽ ലവ്, വിഷ്വലൈസേഷൻസ്, അഫർമേഷൻസ് ആൻഡ് മെഡിറ്റേഷൻസ്, ഇങ്ങനെ തുടങ്ങിയ ഏകദേശം 10ഓളം ടൂൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഡയമണ്ട് മൈൻഡ് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് സംഗതി ചെയ്യുകയാണെങ്കിലും അതിലൊരു കൺസിസ്റ്റൻസി എന്നുള്ളത് നമ്മളൊക്കെ ഒരു വിഷയമല്ലേ. ഇന്ന് ചെയ്യും നാളെ ചെയ്യില്ല, അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യും പിന്നെ ഇതൊരു ഡ്രോപ്പ് ചെയ്തു പോകും. ഈ രീതിയിൽ പോകുന്നവർക്കൊക്കെ ബെസ്റ്റ് ആണ് നമ്മളെ ടീമിന്റെ കീഴിൽ 100 ഡേയ്സ് ഫോളോ അപ്പ് അടക്കിയിട്ടുള്ള ഒന്നാണ് എന്ത്, ഡയമണ്ട് മൈൻഡ് എന്നുള്ള പ്രോഗ്രാം. അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടീമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ, ഇത്രത്തോളാണ് ഇന്നത്തെ മാസ്റ്റർ ടോക്കിൽ പറയാനുള്ളത്. മാസ്റ്റർ ടോക്ക് 13 നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ നമ്മളെ മനസ്സിനെ നമുക്ക് റീപ്രോഗ്രാമിംഗ് ചെയ്യാം, അതിന്റെ കുറച്ച് വഴികളാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഫെർദർ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഇനിയും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ ടീമിനെ കണക്ട് ചെയ്യാം. ആൻഡ് ഓൾസോ ഇതിന്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടീമിന്റെ
വാട്സപ്പിൽ കണക്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അയക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രത്തോളമാണ് പറയാനുള്ളത്. ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരോടും ഞാൻ എന്ത് ചെയ്യാണ്, നന്ദി പറയാണ്. നെക്സ്റ്റ് മാസ്റ്റർ ടോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വെറൈറ്റി ടോപ്പിക് ആയിരിക്കും. ഓക്കെ, സംതിങ് നമ്മളെ ലൈഫിൽ നമ്മൾ പറയുന്ന വേർഡ്സിന്റെ ഒക്കെ പവേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാം നെക്സ്റ്റ് മാസ്റ്റർ ടോക്കിൽ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. സോ എല്ലാവരും നെക്സ്റ്റ് മാസ്റ്റർ ടോക്കിൽ നേരത്തെ തന്നെ എന്ത് ചെയ്യാം എത്തുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഇന്ന് മാസ്റ്റർ ടോക്കിൽ വന്നിട്ടുള്ള എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ആൻഡ് നമുക്ക് കുറച്ച് സമയം കൂടിയുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളതിൽ ഫീഡ്ബാക്ക് കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം പറയാം കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഫെർദർ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ മാസ്റ്റർ ടോക്കിൽ നിന്നവരോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്.